na 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 na
എന്തും വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുക. ഇങ്ങേതാ ഇருக்கு മാർക്ക്. അബി കങ്കുവേന്നൊക്കെ ഇറങ്ങി സാധാരണ നമ്മുടെ പഴയ അബിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടടാ നിന്നെ കാണാൻ. ഇനി ആ ക്യാരക്ടർ ആവാൻ പറ്റുമോ നിനക്ക്? ഓക്കെ, എങ്ങനെ ഉണ്ടായി ഇംപ്രൊവൈസേഷൻ റൗണ്ട്? എത്രത്തോളം ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റി? അവനെ കൊണ്ട് കഴിയുന്ന എല്ലാം അവൻ ചെയ്തിട്ടുണ്ട്, ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. എന്താടാ നന്നായി ചെയ്തില്ലേ നീ? അറിഞ്ഞൂടല്ലേ? ചോദിക്കാം നമുക്ക്. ഓക്കെ, ഷാനിക്ക. അഭിനവേ എന്തോ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഞാൻ ഫസ്റ്റ് ലൈൻ, ആ ഫസ്റ്റ് സ്വയംവര, അത് ഒന്ന് പാടിയടാ. സ്വയംവര ചന്ദ്രികേ. ഒന്ന് എനിക്ക് അത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് എനിക്കൊരു ക്ലാരിറ്റി. അതുപോലെ അടുത്ത ലൈൻ മറ്റേ ഹൃദയരാഗം, അതൊന്ന് പാടിയേ. അതെനിക്കൊന്ന് റിപ്പീറ്റിൽ വരുമ്പോ എവിടെയോ ഒരു സ്ഥലത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചളിങ്ങിയതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഈ സ്വരങ്ങളല്ലേ ഇംപ്രൊവൈസേഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ പാട്ടിന് ചേരുന്നുണ്ടോ എന്നുള്ള കാര്യം അത് കളക്റ്റീവായിട്ടുള്ള ഒരു ഇതായിരിക്കും. പിന്നെ വേറെന്ത് ഒരു ഇംപ്രൊവൈസേഷൻ കൂടി ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് എവിടെയോ ഹമ്മിങ്ങോ, അത് ഒറിജിനലുള്ളതാണ് അല്ലല്ലോ? അല്ല, ഞാൻ ചെയ്തു. നീ ചെയ്താന്ന് പറയേണ്ട ആവശ്യമില്ല, ഉറപ്പാത്. ഞാൻ പെട്ടെന്ന് ഒരിക്കലും ദീപക് ദേവ് സാർ അത് ചെയ്യില്ലെന്നറിയാം. അതൊന്ന് പാടിയ മക്കളെ. അതെ, ഒന്ന് പാടിയത്. അതെ. ഒരു നക്ഷത്രമനമിന്നു മകളെ വിതുമ്പുന്നിതാ. നമ്മള് വിചാരിക്കാത്ത ഒരു വഴി കൂടെ വന്ന്. അതെ അതെ, വേറെ തന്നെ ഒരു സഞ്ചാരം. ഞാൻ വിചാരിച്ചു സ്വരങ്ങൾ വന്നപ്പോഴും ഇത് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ വേറെ ഏതോ എങ്ങോട്ടോ പോവാണെന്ന് വിചാരിച്ചു. എനിവേസ്, പിന്നെ വേറെ എന്താ, ഈ വാക്കുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയായിരുന്നോ? ഇല്ല സാർ. ഇല്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളോ ഇംപ്രൊവൈസേഷൻ? വേറെ വരികൾക്കൊന്നും ഒന്നും ചെയ്തില്ലേ? ഇല്ല. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിപ്പോ ഇൻസേർഷൻസ് ആണ് അല്ലേ? ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വരങ്ങൾ കയറ്റി ഒരു സ്ഥലത്ത് ഹമ്മിങ്ങും കയറ്റി എന്നല്ലാതെ പ്ലീസ് ഫോർഗിവ് മീ മാൻ, പ്ലീസ്. അത് ഒന്നുകൂടി ഒന്ന് പാടി കേക്കട്ടെ. ഇന്നും അവൾ മാത്രം വന്നീല. ഓക്കെ മോനെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വന്നീല എന്ന് പറയുന്ന ആ ലൈൻ ഓൾറെഡി ഒരു പ്ലാൻ ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ മേലെ കേറിയിട്ട് എന്തിനാണ് അടുത്തൊരു പ്ലാൻ പണിയണേ? വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന മറ്റു വരികളില്ലേ? ഒരു പെന്റ് ഹൗസ് കെട്ടാന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു പ്ലാൻ ഉള്ള ഒരു വേർഡ് അല്ലേ അത്? അപ്പൊ അതിന്റെ മേലെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെയാണ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. വേറെയും സിമ്പിളായിട്ട് കിടക്കുന്ന, ഇഷ്ടം പോലെ ഇന്നസെന്റ് ആയിട്ട് കിടക്കുന്ന കുറേ വരികളുണ്ട്, നിഷ്കളങ്കമായി കിടക്കുന്ന ഒരുപാട് വരികളുണ്ട്. അതിലേതിലെങ്കിലും ഈവൻ പ്ലാൻ പോലും വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഗ്ലൈഡോ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കായിരുന്നു. സ്വരങ്ങളും ഈ ഹമ്മിങ്ങും മാത്രം, അത് ഇൻസേർഷൻസ് ആണ്. അത് പിന്നെ നമ്മൾ പറഞ്ഞ റൗണ്ടിലേക്ക് അത് അധികം ചേരും തോന്നുന്നില്ല. അത്രേ ഉള്ളൂടാ, ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടാ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ കാങ്കുവാ മക്കളെ കൊള്ളാടാ. കാരണം ഇത് എന്ത് ചെയ്യാൻ, ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തില് കേട്ടോ. ഇപ്പൊ ഇത് പാട്ടുണ്ടാക്കിയ ആളുകളുടെ ഒക്കെ കാര്യം പറ, നമുക്ക് അത് ആദ്യം സംസാരിക്കാം. മറന്നോ? അങ്ങനെ ഒരു ലുക്ക് പെട്ടെന്ന് ബ്ലൈൻഡ് ആയി പോയി, പെട്ടെന്ന് കങ്കുവയിലേക്ക് പോയി. മ്യൂസിക് ദീപക് ദേവ് സാറ്, ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് എം ജയചന്ദ്രൻ സാറും സുജാത അമ്മയും. പി ജയചന്ദ്രൻ സാറും സുജാത അമ്മയും. കുട്ടൻ അവിടെ നിന്ന് തുമ്മിക്കാണും. നീ ശ്രീഹരിയുടെ നിന്നിരുന്നത് രാവിലെ തൊട്ട് ശ്രീഹരിയുടെ അടുത്ത് അത് കിട്ടിയിട്ടുണ്ടോ? സിംഗേഴ്സ് പി ജയചന്ദ്രൻ സാറും സുജാത അമ്മയും,
സിനിമ ക്രോണിക് ബാച്ചിലർ. ഏത് വർഷം? 2003. ശരി മക്കളെ, എന്തോ സാർ? നമ്മൾ നന്നായിട്ടുണ്ടായിരുന്നു മോൻ പാടിയത് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ ഈ സ്വയംവരം എന്താണ്? അതാണ് ഷാൻ ചോദിച്ചത്. തുടക്കം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സൂപ്പർ ആയിരിക്കണ്ടേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. ആ സ്വയംവരം അത് എന്തിനാ അവിടെ കൊണ്ട് കുളമാക്കിയത്? പെട്ടെന്ന് തൊണ്ട അങ്ങ് ഡ്രൈ ആയിപ്പോയി, അതിന്റെ ഒരു ഇതായിരുന്നു സാറേ. പോട്ടെ, അറിയാൻ മേലാഞ്ഞിട്ടാണ് സാറേ എന്നൊക്കെ പറഞ്ഞത്. ഞാനല്ല തെറ്റിയത് സാറേ. ഇതൊക്കെ പണിയായുധങ്ങളായിരുന്നു രാജാവേ. ഞാൻ മാത്രല്ല അവരോട് സാറേ കൊടുക്കണേ സാറേ. മക്കളെ, അതുപോലെ എന്തൊക്കെയാലും അത് ഓക്കെ ഓട്ടെ. നമുക്ക് ആ സ്വരം ഒന്ന് പാടാം, എനിക്കത് കേൾക്കാൻ ഒരാഗ്രഹം. നിസസ നിസസ നിസ നിസ നിസഗരിസനി നിസസ നിസസ നിസ നിസ നിസഗരി നിസഗമനിദ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ. അടുത്ത കൂടി പാട്. സാരി ബാമാഗാരേ സാരി സാരി ഗാരി സദാ. അതുകൂടെ പാടി അങ്ങ് ഫിനിഷ് ചെയ്യാതെ ഞങ്ങൾ അതാ പറഞ്ഞു വെച്ചാൽ അവൻ അത് കൂടെ പാടാൻ പാടിയില്ല. ക്ഷീണിക്കുമല്ലേ മക്കളെ? ഓ ആ എടാ, നമ്മളൊരു സ്വരം പാടുമ്പോഴും അതിനൊരു സുഖം വരണോടാ. അത് ഒരുമാതിരി ഈ ചുടുകട്ട എടുത്ത് വെച്ചോണോ അല്ല ഇരിക്കേണ്ടേ. അതിനൊരു ഒരു ഒരു ഒഴുക്കും ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യണം. മോനിപ്പോൾ പാടുന്നതൊക്കെ വളരെ എന്താ പറയുക, പോലീസ് മുറയല്ല പാടുന്നത്. അതല്ലാണ്ട് ഒരു കുറച്ചും കൂടെ സുഖം വരുന്നത്. എന്തൊക്കെയാലും നീ പാടുന്നത് അതൊന്നും ഒരു സുഖമായിട്ട് പാടാമോ? നിസസ നിസസ നിസ നിസ നിസഗരിസനി നിസസ നിസസ നിസ നിസ നിസഗരി നിസഗമനിദ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ. ആ സാന്ന് പറയുമ്പോൾ വലിക്കരുത് കേട്ടോ, സാന്ന് തന്നെ പിടിക്കുക. ശരി സാർ. അത് ആനക്ക് കൂടാന്നാണ് റൂള്. അപ്പൊ നമ്മള് സാ അത് മതി, സാ അത് പിടിക്കരുത് കേട്ടോ. ശരി. പിന്നെ മോനായ ഒന്ന് ഇംപ്രവൈസ് ചെയ്തില്ലേ എവിടെ ഒരു പുതിയ സംഗതി ഏതാണ്? അത് നമുക്ക് നോട്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ കുരുന്നൊന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അതാണ് സാറേ, അതതിനകത്തുള്ളത് തന്നെയല്ലേ? അതിപ്പോ പാടിച്ചല്ലോ. അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമൊന്നും പാടിയില്ല. ഓഹോ, അല്ല അത് മറ്റേ സംഗതിയാണ്. അത് മറ്റേത് ഐറ്റം നമ്മളെ പലവിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. പിന്നെ നേരെ മുത്തായ്പിലോട്ട്. ആ കിനാവിൻ പരിഭവങ്ങൾ ലാസ്റ്റ് അതൊരു ക്ലാരിറ്റി വേണം മോനെ. അത് ഇറ്റ്സ് ഗുഡ്. അത് വളരെ കുറച്ചും കൂടെ നല്ലതാക്കണം. അത് നമ്മുടെ പ്രസന്റേഷൻ്റെ കൂടെ പ്രധാനമാണ് മോനെ. നമ്മൾ ഒരെണ്ണം പാടി അങ്ങ് നശിപ്പിക്കുക, എത്ര നല്ല സംഗതിയാണെങ്കിലും അത് നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ അത് കുറച്ച് അത്ര ഒരു എന്താ പറയുക ഒരു ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ അത് സുഖമായിരിക്കും കേൾക്കുമ്പോൾ. അത് ആ പ്രസന്റേഷൻ. അത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല മക്കൾ, അവിടെ എടുത്തു വെച്ചാൽ അതിന് രുചിയുണ്ടോ എന്നുള്ള കാര്യം തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ എടുത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലൊരു മോൻ പാടുമ്പോൾ അതങ്ങനെ വേണം. അപ്പോൾ ഇത് നല്ല ഒരു കേൾക്കാൻ സുഖമാണ്. പക്ഷെ അത് വൃത്തിയായിട്ട് നിനക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും കൂടെ പാടിച്ചത്. അതൊക്കെ കൈ നിട്ടതാണോ? ഇപ്പൊ പാടിയതുണ്ടോ അതിനകത്തുണ്ടോ? അതായിട്ടുണ്ട് ഉണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ പാടിയത്? അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാം മോനെ. ശരി സാർ, കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല മോനെ. എന്തൊക്കെയായാലും ഒരു ഒരു കൂളാവസ്ഥയാണ് ഇത്. നീ കുറച്ചും കൂടെ ഇത് എനിക്ക് തോന്നുന്നു മോനെ, ഇതും ഒരു പാക്ഡ് ആണ് പാട്ട്. അതിനകത്തൊന്നും കയറി ചെയ്യാനുള്ള ഒരു സ്ഥലവും ഇല്ല, ഒന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 സെന്റ് മേടിക്കണം ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറും പോവും. എന്തെങ്കിലും ഒന്ന് കയറി ചെയ്ത് ഇപ്പം ഇതിൻ്റെ ഒരു സ്വഭാവം വിട്ടിട്ട് ചെലവ് എന്തെങ്കിലും പാടുന്ന ഒരു ക്ലാസിക്കൽ ലെവലിൽ അങ്ങോട്ട് ആയപ്പോൾ അതിട്ട് ചേരത്തുമില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒരു കൂളായിട്ടുള്ള പാട്ടെടുത്ത് കുറച്ചും കൂടെ സ്കോപ്പുള്ള ഒരു പാട്ടെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, അതിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നന്നായിട്ട് തന്നെ പാടി. പക്ഷേ കുഞ്ഞിന് കുറച്ചും കൂടെ പൂന്ത് വിളാണ് ഈ അതിൻ്റെ ഈ ഇൻ്റർലൂഡിൻ്റെ ഇടയിൽ കയറി സ്വരം പാടാതെ മോന് തന്നെ അത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സംഗതികളൊക്കെ പാടാൻ പറ്റിയ ഒരു പാട്ടെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മുടെ ഗാംഗുവ അല്ലേ, ഐ ലവ് യു ഗാംഗുവ. ഹരിച്ചേട്ടാ ഗംഗുവാ. എന്താ സാർ? അയ്യോ അഭിനവേ. എന്താ സാർ? നന്നായിരുന്നു അഭിനവ്, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അതുപോലെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി. എല്ലാവരും കിടിലങ്ങളാണെന്നറിയാം, എന്നാൽ എനിക്ക് രജിത്തേട്ടനെ പറ്റി ഒരു 2 വാക്ക്. അദ്ദേഹമാണ് അതിൽ സാക്സ് ഇപ്പം ലൈവായിട്ട് പ്ലേ ചെയ്തത്. സോ എക്സ്ട്രാ ക്ലാപ്സ്.
പിന്നെ ഫ്ലൂട്ട് രാജേഷേട്ടൻ, ഇത് മൊത്തം ഫ്ലൂട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ മോനെ നല്ല സോങ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണിത്. പിന്നെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല, ഭയങ്കര കുറവാണ്. കാരണം ഇത് ഒരുപാട് ഇംപ്രവൈസ് ചെയ്താൽ ആ പാട്ടിന്റെ ഫ്ലേവർ, പാട്ടിന്റെ മൂഡിന്ന് വേറെ ആവും. മറ്റൊരു ഹരാരപ്രിയൊക്കെ വേറൊരു സാധനത്തിലോട്ട് പോയി നീ ഇടയ്ക്ക്. ഇപ്പം സ്വരം പാടാം മോനെ, പക്ഷെ അതൊരു അല്ലെങ്കിൽ കുറച്ചൊരു വേറൊരു മൂഡിൽ പാടണം, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടോ എന്തെങ്കിലും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചേട്ടാ അതൊന്ന് പാടിക്കേ ജസ്റ്റ് മോനെ. നിസസ നിസസ നിസ 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 ഗരിസനി. ഇതിന് വരെ നിസസ നിസ 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 ഗരിസനി. മോനെ ആ സിംഗപ്പേഷൻ തന്നെ അതേ ഇത് തന്നെ ഗരിസനി മാത്രം വെച്ചിട്ട് മറ്റേ നിസസ എന്നുള്ളത് നീ സിംഗപ്പേറ്റ് ചെയ്താൽ മതി. വേറെ അത് ഒറിജിനൽ അവിടെ കിടന്നോട്ടെ, അത് നല്ല രസമായിരിക്കും. അപ്പൊ ആ ഒരു മോഡിഫൈഡ് സിംഗിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം ഇതൊരു നല്ലൊരു അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഇന്റർലൂഡ് അല്ലേ. നിസസ നിസ 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 ഗരിസനി. അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെയും ചേരും. അല്ലാതെ നിസസ നിസസ അത് വേറൊരു മൂഡായി പോകും മോനെ കേട്ടോ. അതൊന്ന് ഇനി തൊട്ടൊന്ന് എല്ലാവരും നിങ്ങളുടെ അങ്ങനത്തെ ഒരു സോങ് ഒക്കെ കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിക്കും ഭയങ്കരമായിട്ട് സ്വരവും ഈ പാട്ടുമായിട്ട്. പിന്നെ അതും കൂടി പാടാറുണ്ടെന്ന് തോന്നി എനിക്ക്. അല്ലെ എന്തെങ്കിലും സംതിങ് അവിടെ ഒരു പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് നിന്ന് എന്ന് പറഞ്ഞങ്ങ് നിന്നു. സംതിങ് എന്തെങ്കിലും ഒരു ടൈൽ എൻഡ് പോലെ അല്ലെങ്കിൽ ഷഡ്ജറ്റ് പായിലേക്ക് ഒരു സസ്റ്റൈൻ പിടിച്ചാലും മതിയായിരുന്നു. അതെ, ബാക്കി അവര് വായിച്ചു നിർത്തിയാൽ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്ക് ആ സ്വരത്തിനൊരു ഫ്ലോ ഇല്ലായിരുന്നു, ഭയങ്കര ഓടിപ്പോയി മോനെ. ആ ഋത്തുമായിട്ട് ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കണം, അതിനെല്ലാം അവരിങ്ങനെ വായിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പിന്നെ വെരി ബിഗിനിങ് സ്വയം സ്വയം വരചന്ദ്രികേ, ആ സ്വയം സ്വയം താരേ സ്വയം. കറക്റ്റ്. അപ്പോൾ അതായിരുന്നു നേരത്തെ മിസ് ചെയ്ത്, അങ്ങനത്തെ കുറച്ച് ചെറിയ. പിന്നെ വന്നീല, അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വന്നീല മതി, വന്നീല വേണ്ട, എന്തിനു വരണം. പിന്നെ മറ്റേ അൾട്രാ പ്രോമാക്സ് സംഗതിയും വിതുമ്പുന്നിത വേണ്ടായിരുന്നു, അത് ഒട്ടും മാച്ച് ആവുന്നില്ല മോനെ ഇതുമായിട്ട്. അത് സ്വന്തമായിട്ടുള്ള ക്രിയേഷൻ ആണോ? ഓക്കെ, അത് അവിടെ അത്ര സെറ്റ് ആവുന്നില്ലായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് മോൻ പാടി, നല്ല ഫീലോടെ തന്നെ പാടി. പക്ഷെ ചില ഈ ഇതൊരു ഇംപ്രവൈസിങ് റൗണ്ട് അല്ലേ, അപ്പൊ അതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഇംപ്രവൈസ് ചെയ്തു, എങ്ങനെ ഇംപ്രവൈസ് ചെയ്തു, അതിനെ ജസ്റ്റിസ് കൊടുത്തു ആ പാട്ടിന്. റൈറ്റ് ഇംപ്രവൈസേഷൻ ആയിരുന്നോ, നല്ല സോങ് സെലക്ഷൻ ആണോ, ഇതാണ് ഏറ്റവും ഞങ്ങൾ നോക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇതൊരു സോങ് കുഡ് ഹാവ് ബീൻ ബെറ്റർ കേട്ടാ. പിന്നെ ലാസ്റ്റ് കടലാല പോലെ അത് ലാൻഡിങ് പ്രോപ്പർ ആയിരുന്നില്ല രണ്ട് പോർഷനിലും, അനുപല്ലവിയും ചരണം. അതും കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആക്കാൻ തോന്നി. അപ്പോൾ ബെറ്റർ ആവണം. ഫൈനൽസ് എത്താറായി. നമ്മളെല്ലാവരും അറിയാലോ, അവിടെ സീറ്റിന്റെ നമ്പർ കുറഞ്ഞു. നിങ്ങളെല്ലാവരും ലക്കിയാണ് ഇപ്പോഴും. ലൈക്ക് ഇത്രയും പേരിൽ നിങ്ങൾ സോർട്ടഡ് ആയിട്ട് ഇവിടെ നിൽക്കാനും അവിടെ ഇരിക്കാനും ഒക്കെ ഒരു ഭയങ്കര ലക്കാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പൊസിഷൻ ഒരിക്കലും മറക്കരുത്. ഇനിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഹെൽത്ത് ശ്രദ്ധിക്കണം, പ്രിപ്പയർ വെൽ ഫോർ ഫിനാലെ കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. നമ്മുടെ തീർത്ത ദീപക്കേന്റെ കൂടെ ഈ ഒരു സോങ് ഡുവറ്റ് പാടിയിട്ടുണ്ട്. തീർത്ത ദീപക്കേന്റെ കൂടെ ഈ സോങ് അവള് ഡുവറ്റ് പാടിയിട്ടുണ്ട് ഒരു ഷോയില്. പണ്ടാ? ആ, എപ്പോഴായിരുന്നു, ഏത് ഇയർ ആയിരുന്നു മോളെ? 1960 അല്ലേ? മോക്ക് 4 വയസ്സുള്ളപ്പോഴാ? അല്ല, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, നൈസ്. ഓക്കെ അബി. അപ്പൊ ഇനി മാർക്സ്. സാർ മക്കളെ കങ്കുവാ, എന്തോ സാർ? മോന് ഞാൻ ഒരു 8.5 മാർക്സ് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ നിങ്ങളെ വിട്ടഴിച്ചിരിക്കുന്നു പറയല്ലേ, നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു, കേസൊന്നുമില്ല. താങ്ക് യു സാർ. താങ്ക് യു സാർ. നിങ്ങൾ നിരപരാധിയാണെന്ന്. മോനെ 8.4. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ആശിപ്പിച്ചു.
ഷാനിക്ക ഒരു എപ്പിസോഡിനുള്ള ഐറ്റം ഉണ്ട് ആയിട്ട് ഓക്കെ സോ ടോട്ടൽ 16.9. ഓക്കെ കങ്കുവ